നമസ്കാരം. ഇന്നലെ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു കരാർ, ആ കരാറുമായി ബന്ധപ്പെട്ട് ചില വിളികളൊക്കെ എനിക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ അതിനടിയിൽ ചില കമന്റുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രി ഏറെ വൈകിയും എന്താണ് കൊടുങ്ങല്ലൂരിലെ വിഷയം എന്ന് ചോദിച്ചാണ് പലരും വിളിച്ചത്. അതുപോലെ തന്നെ നിങ്ങളെ ഇങ്ങനെ കണക്കാക്കിയില്ല, നിങ്ങൾ രണ്ട് ഭാഗവും കേൾക്കും എന്നൊക്കെ പറഞ്ഞും പലരും രംഗത്തെത്തിയിരുന്നു. യഥാർത്ഥത്തിൽ മറുഭാഗം കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പാവങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളെ ചതിച്ചു, പറ്റിച്ചു, മോഷ്ടിച്ചു. അതിലപ്പുറം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പൂർവികരായിട്ടുള്ള ആളുകൾ വഖഫ് ചെയ്ത സ്വത്ത്, ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ചു. തൗഹീദ് സംസാരിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ്. സുന്നികളൊക്കെ മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന ആളുകളാണ്. അതുപോലെ തന്നെ സുന്നികൾ പൊതു സ്വത്ത് സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്ന് വിമർശിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത്. 2,50,00,000 രൂപ പള്ളിയുടെ സ്വത്തുക്കൾ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുത്തതിന്റെ ഭാഗമായി പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം തട്ടിയെടുത്തു. ആ പണം ഉപയോഗിച്ച് എറണാകുളത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനായിട്ടുള്ള മഹല്ല് പ്രസിഡന്റിനെ പറ്റിച്ച് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചാണ് ഈ 2.5 കോടി രൂപയോളം അടിച്ചു മാറ്റിയത്. അതുപോലെ തന്നെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുത്തതിന്റെ ബാക്കിയുള്ള 20 സെന്റ് സ്ഥലം, അതുപോലെ തന്നെ പള്ളിയുടെ ആ കെട്ടിടം, അതുൾപ്പെടെ ഇവരുടെ ട്രസ്റ്റിന്റെ ഭാഗമാക്കി മാറ്റി. പൂർവികരായിട്ടുള്ള സുന്നികളായിട്ടുള്ള ആളുകൾ വഖഫ് ചെയ്ത ഭൂമിയാണ്. വഖഫ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സ്വത്താണ്, ദൈവത്തിന് ദാനം ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയും മദ്രസയും ഒക്കെ കയറ്റി അത് പരിപാലിച്ചു പോകണം, അതൊക്കെ നിലനിർത്തണം. അത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അതിനെതിരെയൊക്കെ ശക്തമായി സംസാരിക്കുന്ന ചില ആളുകൾ, ചില ചർച്ചകളൊക്കെ നടത്തുന്ന ആളുകൾ, ഇവരാണ് ഇത് തട്ടിയെടുത്തത്. കൊടുങ്ങല്ലൂരിലെ SN പുരം പഞ്ചായത്തിൽപ്പെട്ട ദാറുസ്സലാം ജുമാ മസ്ജിദ്, ഈ മഹല്ല് നിവാസികൾ ഭൂരിഭാഗവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ജമാഅത്തെ ഇസ്ലാമി അവിടെ അധിനിവേശം നടത്തിയാണ് അവിടെ കയറിക്കൂടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ രൂപപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. നേരത്തെ സുന്നികൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന പാവങ്ങളായിട്ടുള്ള ചില ആളുകളെ പല വിധത്തിലും പ്രലോഭിപ്പിച്ച് അവരുടെ കൂടെ നിർത്തി. അവസാനം അവരുടെ എല്ലാമായിട്ടുള്ള പള്ളിയും ആ പള്ളിയുടെ സ്ഥലം ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുത്ത സ്ഥലത്തിന് കിട്ടിയ പ്രതിഫലവും ഇവർ അടിച്ചു മാറ്റി. 1998 മഹല്ല് പ്രസിഡന്റുമായ ഒരു എഗ്രിമെന്റ് ഇവർ ഉണ്ടാക്കിയിരുന്നു. അതായത് ഈ പള്ളിയും ഈ പള്ളിയുടെ സ്വത്തുക്കളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പരിപാലിക്കുന്നതിന് വേണ്ടി ഇവർക്ക് വിട്ടുകൊടുത്തു. ഈ ഒരു എഗ്രിമെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യരുത്, ഈ പള്ളി പരിപാലിക്കണം, സംരക്ഷിക്കണം. ഇത് എങ്ങനെയാണോ അങ്ങോട്ട് ഏൽപ്പിച്ചത് അതേ രീതിയിൽ തന്നെ ഇത് നിലനിർത്തണം. എന്നാൽ ആദ്യം തന്നെ ആ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ലംഘിച്ചു. ആ പള്ളിയും 20 സെന്റ് സ്ഥലവും അവർ അടിച്ചു മാറ്റി. അന്നത്തെ പള്ളിയുടെ പ്രസിഡന്റായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരനായിട്ടുള്ള മക്കാർ സാഹിബിനെ പള്ളിക്ക് വേണ്ടി തൊട്ടടുത്ത വീട്ടുകാരനിൽ നിന്നും 1.5 സെന്റ് സ്ഥലം വാങ്ങിക്കാനുണ്ട്, അതിനുവേണ്ടി രജിസ്റ്റർ ഓഫീസിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ചില രേഖകളിൽ ഒപ്പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് ഈ പള്ളിയുടെ സ്ഥലം അവരുടെ പേരിലേക്ക് മാറ്റി. 2,50,00,000 രൂപ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുത്ത സ്ഥലത്തിന് പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വന്ന തുക എറണാകുളത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് വേണ്ടി, അതും പ്രസിഡന്റിനെ പറ്റിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. പ്രസിഡന്റിന്റെ പക്കൽ നിന്നും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചു. 80-85 വയസ്സ് പ്രായമുള്ള പ്രസിഡന്റാണ് അദ്ദേഹം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 85 വയസ്സുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നു. ആ നാട്ടിലെ സഹോദരിമാർ, നമുക്ക് പുരുഷന്മാരെ മാറ്റി നിർത്താം, ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. ആ നാട്ടിലെ സഹോദരിമാർ അവർ ഒറ്റക്കെട്ടായി പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനം ഞങ്ങളെ ചതിച്ചു. നേതൃത്വം ഇടപെടുമെന്ന് വിചാരിച്ചു. ഇവിടെ താഴെത്തട്ടിലുള്ള ആളുകൾ പറ്റിച്ചപ്പോൾ നേതൃത്വം ആ വിഷയത്തിൽ ഇടപെടുമെന്ന് വിചാരിച്ചു. അവരെ ഞങ്ങൾ സമീപിച്ചു, അവരും പറ്റിച്ചു.
എങ്ങനെയാണ് ഞങ്ങൾ അവരെ വിശ്വസിക്കുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മറ്റു സംഘടനകളെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പാർട്ടിയൊന്നുമില്ല. ഞങ്ങൾ ഇവരാണ് ശരി എന്ന് വിശ്വസിച്ചു, ഇവരോടൊപ്പം നിന്നു, ഇവർ ഞങ്ങളെ പറ്റിച്ചു. അന്നത്തെ മഹല്ല് പ്രസിഡന്റ് പറയുന്നത്, ഇത്ര പ്രായമായിട്ടുള്ള എന്നെ ഇങ്ങനെ ചതിക്കും എന്ന് വിചാരിച്ചില്ല. വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നാണ് 85 വയസ്സുള്ള മക്കാർ സാഹിബ് പറയുന്നത്. അവരിങ്ങനെ അവരുടെ ഉള്ളു വേദനിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു വിശ്വാസിയാണ്. എന്തായാലും ഈ കള്ളപ്പരിശകൾക്ക് കൈവിലങ്ങ് വാങ്ങിക്കൊടുക്കാതെ വിശ്വാസികൾ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറരുത്, ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്മാറരുത്. കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.